CPM-നും LDF-നും എതിരെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ, ന്യൂനപക്ഷങ്ങളുടെ എന്ന് പൊതുവായി പറയാമെങ്കിലും മുസ്ലിങ്ങളുടെ ഏകീകരണമുണ്ടോ? ഇല്ല എന്നതിൻ്റെ കൃത്യമായ സന്ദേശമാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ നൽകിയത്. എന്താണ് സമസ്ത പറഞ്ഞത്? 140 മണ്ഡലങ്ങളിലും ഞങ്ങളുടെ പിന്തുണ LDF സർക്കാരിനാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തന്നത് LDF സർക്കാരാണ്. ഈ ഞങ്ങളുടെ കാര്യങ്ങൾ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരുടെ കാര്യമാണ്? കാന്തപുരം ഉസ്താദിൻ്റെ കാര്യമല്ല, അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുടെ കാര്യമല്ല, അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ കാര്യങ്ങളുമല്ല. മറിച്ച് കേരളത്തിലെ എല്ലാ വിഭാഗ ന്യൂനപക്ഷങ്ങളുടെയും കാര്യങ്ങൾ. എന്ത് കാര്യങ്ങളാണ്? അവരുടെ ക്ഷേമം, സുരക്ഷ, ഒരു മതനിരപേക്ഷ ജനാധിപത്യ കേരളത്തിൽ സുരക്ഷിതമായി ജീവിക്കുന്നതിൻ്റെ സന്തോഷം, ഇതെല്ലാം ചേർന്ന ഹാപ്പി ലിവിങ് ശരിയാക്കി തന്നത് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കി തന്നത് LDF സർക്കാരാണ് എന്നതിൻ്റെ സന്തോഷമാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ശബ്ദമാണ്. ഞങ്ങളുടെ കാര്യം എന്ന് പറയുമ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പോലെ മതനിരപേക്ഷതയുടെ സന്ദേശം വാനോളം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതപണ്ഡിതൻ പറയുമ്പോൾ അത് മുഴുവൻ കേരളത്തിൻ്റെയും പ്രതിനിധാനമാണ്. ഞങ്ങളുടെ കാര്യങ്ങൾ എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കേരളത്തിൻ്റെ കാര്യങ്ങൾ ശരിയാക്കി തന്നത്, കേരളത്തെ നന്നായി നയിച്ചത് LDF സർക്കാരാണ് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. അങ്ങനെ തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ കാര്യങ്ങൾ സങ്കുചിതമായി കണ്ടുകൊണ്ട് അത് ശരിയാക്കിയത് കൊണ്ട് ഞങ്ങൾ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഇടുങ്ങിയ രാഷ്ട്രീയമുള്ള ആളോ പ്രസ്ഥാനമോ അല്ല കാന്തപുരം ഉസ്താദും അദ്ദേഹത്തിൻ്റെ ആളുകളുമെന്ന് അനുഭവം കൊണ്ട് കേരളത്തിനറിയാം. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല അക്കാര്യം. മനസ്സിലാക്കേണ്ട കാര്യം, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള അതായത് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി, അവർ പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗ് പ്രചരിപ്പിക്കുന്ന എന്താണ്? കേരളത്തിലെ LDF സർക്കാരിനെ നയിക്കുന്ന CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും മൃദുസംഖ്യകളാണ്. എത്ര നീചമായ ക്യാമ്പയിനാണ് എന്ന് നമ്മൾ പലവട്ടം ഈ ഫ്ലോറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. LDF-ഉം CPM-ഉം പിണറായി വിജയനും മൃദുഹിന്ദുത്വവാദികളാണെന്ന് പറയുന്നത് പോലെ വസ്തുതാവിരുദ്ധമായ കനകോട് സിദ്ധാന്തം വേറെ ഉണ്ടാവില്ല. ആരാണോ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഫാസിസത്തിനും വർഗീയതയ്ക്കുമെതിരെ ശക്തമായി നിലകൊള്ളുന്നത് അവർ തന്നെ മൃദുഹിന്ദുത്വവാദികളാണെന്ന് പറയുന്ന ആ വിചിത്രമായ വാദമുണ്ടല്ലോ, അത് പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന നിലപാടാണ് കാന്തപുരം ഉസ്താദും കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം ഒന്നടങ്കവും സ്വീകരിച്ചിരിക്കുന്നത്, കേരളത്തിലെ മുഴുവൻ മതേതര നിലപാടുള്ളവരും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ ഏകീകരണം, മുസ്ലിം ഏകീകരണം എന്നൊക്കെ ഉള്ള ചപ്പടാച്ചികൾ അറബിക്കടലിൽ വലിച്ചെറിയേണ്ട കാലമായിരിക്കുന്നു. ഏപ്രിൽ 9 കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ, കേരളത്തിലെ മുസ്ലിങ്ങളും കേരളത്തിലെ ക്രിസ്ത്യാനികളും അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അതും കൃത്യമായി ഒരു ഏകീകരണമുണ്ട്. ആ ഏകീകരണം LDF-നും CPM-നും പിണറായി വിജയനും എതിരെയല്ല. LDF-നും CPM-നും പിണറായി വിജയനും അദ്ദേഹം നയിച്ച LDF സർക്കാരിനും അനുകൂലമായ ഏകീകരണമാണ്. ആ ഏകീകരണത്തിന് പുറത്തു നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ വെൽഫെയർ പാർട്ടിയും മുസ്ലിം ലീഗും മാത്രമാണ്. അവർ കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തെ എല്ലാ കാലത്തും പിന്നിൽ നിന്ന് കുത്തിയവരാണ് എന്നത് ചരിത്രം അറിയാവുന്നവർക്ക് അറിയാവുന്ന കാര്യവുമാണ്. തൽക്കാലം ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഇനി റിസൾട്ട് വന്നിട്ട് ബാക്കി കാണാം.